മാങ്ങയുടെ ഞെട്ടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 4-5 പൾസ് അത്ര മാത്രം മതി കേട്ടോ. അതിനുശേഷം ഒന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. നല്ല ഫ്രൂട്ടിയുടെ ഒക്കെ ടേസ്റ്റിൽ കിട്ടുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ ജ്യൂസാണ് കേട്ടോ. നമുക്ക് 3 ദിവസം വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് കണ്ടില്ലേ, വേസ്റ്റ് ഇതുപോലെ നമുക്ക് അരിച്ച് പെട്ടെന്ന് മാറ്റാൻ പറ്റും. അതല്ല ഒരുപാട് നാൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, ഒരുപാട് മാങ്ങയൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നാൾക്ക് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം കേട്ടോ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരണത്. കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് മുമ്പ് ഒന്നെടുത്ത് പുറത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി കിട്ടും. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാം. വെള്ളമൊക്കെ ചേർത്തിട്ട് സാധാ ജ്യൂസ് അടിക്കുന്ന പോലെ നല്ല ഫ്രഷായിട്ട് ജ്യൂസ് അടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ ഒരുപാട് കയ്യിൽ കിട്ടുന്ന സമയത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നല്ല ടിപ്പാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക്